ഒരുപാട് ദിവസത്തെ തെരച്ചിലിന് ശേഷം മടങ്ങിപ്പോയത് നമുക്കറിയാം. അദ്ദേഹം തിരയാനായി വന്നിട്ട് ഈശ്വർ മാൽപേ സംഘവും മടങ്ങിപ്പോയി. ഹീറോയിസം കാണിക്കുകയാണ് എന്ന് മറ്റുമാണ് സതീഷ് സെയിൽ MLA പറഞ്ഞിരുന്നത്. ഇത്തരം കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു ചർച്ചയ്ക്ക് വരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ബിജു പങ്കജൊപ്പം ചേരുന്നുണ്ട്. ബിജുട്ടാ, ഗുഡ് മോർണിംഗ്. ഈശ്വർ മാൽപേയുടെ സംഘം ശ്രദ്ധ നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നൊരു ആരോപണമായിരുന്നല്ലോ ഇന്നലെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ ദൗത്യത്തിന് ശേഷം അദ്ദേഹവും സംഘവും മടങ്ങിപ്പോവുകയും ചെയ്തു. ഇന്നും ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തിരികെ വിളിച്ചാൽ വരുമെന്ന് മാത്രമാണ് മാൽപേ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും. അതായത് ഇവിടുത്തെ ഈ ഗോവൻ ഡ്രഡ്ജിംഗ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്ന മുങ്ങൽ വിദഗ്ധർ ഇന്ത്യയിലെ തന്നെ പ്രമുഖ മുങ്ങൽ വിദഗ്ധ കമ്പനിയിൽപ്പെട്ടവരാണ്. ഏതാണ്ട് ഒരു ദിവസം അവരുടെ റേറ്റ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. ഒരു ദിവസം മുങ്ങി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മുങ്ങി തെരച്ചിൽ നടത്തുന്നതിന് 6000 രൂപയാണ്. അതോടൊപ്പം തന്നെ മുങ്ങിപ്പോകുന്ന വെസലുകൾ, പിന്നെ നടുക്കടലിൽ അകപ്പെടുന്ന വെസലുകൾ, ഇതൊക്കെ രക്ഷപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് അത് വെൽഡ് ചെയ്യാൻ, കടലിനടിയിൽ വെച്ച് വെൽഡ് ചെയ്ത് മുറിച്ച് കൊണ്ടുവരാനുള്ള വൈദഗ്ധ്യമുള്ള, അത്രയും പ്രാഗൽഭ്യമുള്ള മുങ്ങൽ വിദഗ്ധ കമ്പനിയിലെ മുങ്ങൽ വിദഗ്ധരാണ് ഇവിടെ വരുന്നത്. ഇവർ ശരിക്കും ജീവൻ പണയം വെച്ചാണ്. കാരണം ഇന്നലെ ആ മുങ്ങൽ വിദഗ്ധ കമ്പനിയുടെ പ്രതിയായിട്ട് സംസാരിക്കാൻ പറയുന്നത് ഇവിടെ 50-50 ചാൻസാണ്. കാരണം ചെളിയുണ്ട്, മണ്ണുണ്ട്, അതുപോലെ തന്നെ മണ്ണുണ്ട്, ഈ മറ്റവശിഷ്ടങ്ങൾ, ഈ മരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, അതൊക്കെ അടിയിൽ ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് ജീവൻ പണയം വെച്ച് 50-50 ചാൻസിലാണ് ഞങ്ങൾ ഇത് തെരച്ചിൽ നടത്തുന്നതെന്നാണ് ഈ ഗോവ ആസ്ഥാനമായ കമ്പനിയുടെ പ്രതിനിധി പറഞ്ഞത്. കാരണം ഏത് സമയത്തും അകപ്പെട്ടു പോകാം, ചിലപ്പോൾ മരത്തിനടിയിൽ കുരുങ്ങിപ്പോകാം, അല്ലെങ്കിൽ യന്ത്രഭാഗങ്ങൾക്കിടയിൽ കുരുങ്ങിപ്പോകാം. അങ്ങനെ വളരെ സാഹസികമായൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ദൗത്യത്തിനോ ഈ മിഷനോ തെരച്ചിലിനോ യാതൊരു തടസ്സമില്ല. ഈശ്വർ മാൽപേ പോലുള്ള ഒരാളെ ഇതിന് ഉൾപ്പെടുത്താവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിരോധമില്ല. പക്ഷേ ഈ കമ്പനിക്ക് വിരോധമുണ്ട്. കാരണം ഈ മുങ്ങൽ വിദഗ്ധരെയൊക്കെ വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ നടപടിക്രമങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഈ വൈദഗ്ധ്യമുള്ള സംഘവും അവർക്ക് ഈ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ചിലവ് ആരെങ്കിലും വഹിക്കുന്നുണ്ടോ? അവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം, പ്രതിഫലം ഈടാക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അതൊന്ന് പറയൂ വിജയേട്ടാ. ഇപ്പം ലോറി ഉടമയായ മനാഫിന്റെ സഹായത്തോടെയാണ് ഈശ്വർ മാൽപേ സംഘവും ഇത് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഈ ഈശ്വർ മാൽപേ പിണങ്ങിപ്പോയതിന് ശേഷം സതീഷ് സെയിൽ MLA അദ്ദേഹം പറയുകയുണ്ടായി 7 ലക്ഷം രൂപ വരെ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വാങ്ങിയില്ല. ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്തോളാം എന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് പറയുന്നത്. പക്ഷേ ഈശ്വർ മാൽപേയെ ഇന്നലെ രാവിലെ മുതൽ ഈ ഗോവൻ കമ്പനി തൽക്കാലത്തേന് വേണ്ട മറുവശത്ത് എവിടെയെങ്കിലും പോയി നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയായിരുന്നു. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം ഈ മുങ്ങൽ വിദഗ്ധരെയൊക്കെ ഇൻഷുർ ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു നടപടിക്രമങ്ങളിലൂടെയാണ് ഈ കമ്പനി ഇത് ചെയ്യുന്നത്. അതിനിടയ്ക്ക് മറ്റൊരു ആള് വരുന്നത് അവർക്കൊരു തടസ്സമാകുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവരുടെ കൂടി റിക്വസ്റ്റോട് കൂടിയാണ് അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റിയെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ സംഘത്തിൽ ഉൾപ്പെടുത്തുമോ എന്നറിയില്ല. കാരണം വലിയ ജനറോഡ് ഷോ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ മഞ്ചേശ്വർ MLA ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ എത്തി ചർച്ച നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ലെറ്റർ അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് വാക്കാലുള്ള ആ നിർദ്ദേശത്തിലാണ് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഇറങ്ങുമ്പോൾ പലരും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരു അനുമതി പത്രം കൊടുത്തതിന് ശേഷം മാത്രമേ ഇറങ്ങുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. പക്ഷേ ഈ തെരച്ചിലിന് ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല. കാരണം വൈദഗ്ധ്യമുള്ള ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭമായ മുങ്ങൽ വിദഗ്ധരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിലിന് യാതൊരു തടസ്സമില്ല. പിന്നെ മാൽപേയുടെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ ജനപ്രതിനിധികളും എടുക്കുന്ന നിലപാട് ഇതിനകത്ത് നിർണായകമായിരിക്കും. ശരി ബിജുട്ടാ. ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകി.